പ്രയത്നമാണ്. അപ്പോൾ അത് പൂരം നടത്തുക എന്നുള്ളതാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ചത്. പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും ഇത് യോഗത്തിൽ അറിയിക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് അവതരിപ്പിക്കും. അവരിതുപോലെ തന്നെ പൂരം നടത്താനുള്ള തീരുമാനം തന്നെ. ഈ രാജേട്ടാ, ഇപ്പോൾ തിരുവമ്പാടി ഇന്നലെ യോഗം ചേർന്നു. അവരും പറയുന്നത് ഈ വെടിക്കെട്ട് ഒഴിവാക്കിയുള്ള ഇതിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ പാറമേക്കാവ് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെ ഇന്നലെ വന്ന ഒരു വികാരം എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഒഴിവാക്കുക, മറ്റേ വെടിക്കെട്ടുകൾ നടത്തുക. ആ മെയിൻ വെടിക്കെട്ടും അകൽപൂരം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും നടത്തുക എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ വന്നത്. അപ്പോൾ അതും അറിയിക്കും. ഇന്നലെ മീഡിയയിലൊക്കെ വന്നു, ഇങ്ങനെ ഞങ്ങളുടെ ലൈസൻസിനെ ഓവർ കൂടുതൽ സാമഗ്രികളുള്ള കാരണം അയാളുടെ ഗോഡൗൺ സീൽ ചെയ്യുകയും അയാളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായൊരു നടപടിയാണ്. അതിൽ നിന്നും പാലക്കാട് കളക്ടറും പാലക്കാട് കമ്മീഷണറും പിന്മാറണം. എന്തുകൊണ്ടെന്നാൽ പെസോൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ലൈസൻസ് അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. തീർത്തും നിയമപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ടോ? അത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ ഡിസ്ട്രിക്ട് അതോറിറ്റീസിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഇത് അറിയിക്കുക. അവർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ പിന്നെയാണല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ലീഗലായിട്ട് പോകും. അതായത് അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇത് 1000-1500 കിലോ കണ്ടു എന്നുള്ള പറഞ്ഞിട്ടാണ് സീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾക്ക് 6000 കിലോ വരെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശം പെസോ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടും ഇങ്ങനെ തന്നെയാണ് നടക്കാറ്. കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഇതേ സ്പോട്ടിൽ നിന്നും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും എസ്കോർട്ട് കൂടിയിട്ടാണ് ഈ ഫയർ വർക്ക്സ് വരാറ്. അപ്പോൾ അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർത്തും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് കളക്ടർ ഇന്ന് പിന്മാറണം. അവർ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കണം. അവരിതിൻ്റെ കീഴ്വഴക്കം മുഴുവൻ പഠിച്ച് ഈ പേപ്പർ ഈ ഫയൽ സ്റ്റഡി ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നടന്നിരുന്നത് എന്നുള്ള സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതുപോലെ തന്നെ ഈ പറഞ്ഞതിൽ നിന്ന് അതായത് സാമ്പിൾ ഒഴിവാക്കുന്നു, മെയിൻ വെടിക്കെട്ടുകളും നടത്തും. വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വികാരമാണെന്നില്ല. അപ്പോൾ അതിന്ന് ഈ ചേരുന്ന സർക്കാർ വിളിച്ച യോഗത്തിൽ അറിയിക്കും. തീർച്ചയായിട്ടും അത് അറിയിക്കും. അതായത് ഈ വെടിക്കെട്ടടക്കം നടത്തണം എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കും. സാമ്പിള് നമ്മൾ കോൾ ഓഫ് ചെയ്യുന്നു. ഈ ഒരു കാരണം ഉണ്ടായ കാരണം അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പല മീഡിയകളിലും പല ചർച്ചകളിലും ഇരുന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പൂരത്തിനെ ലൈവായിട്ട് കാണിച്ച് പരസ്യം കയറ്റി വിൽക്കണതും ചാനലുകാരാണ്, അല്ലേ? അല്ല, സമൂഹത്തിൻ്റെ അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് ആൾക്കാരവിടെ കാണിച്ചു തരും. പൂരം നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സമൂഹം ആരുടെ കൂടെയാണ് നിൽക്കണമെന്ന്, അല്ലേ? കുറച്ച് ആൾക്കാരുടെ കയ്യിലാണോ അതോ ഒരു 10-20 ലക്ഷം വന്നിട്ട് അതിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ ജനം ആരുടെ ഒപ്പാന്നുള്ളത് അന്ന് അറിയാൻ പറ്റും, അല്ലേ? അതാണല്ലോ. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തീർത്തും ശരിയാണ്. അതല്ല, റെസ്പോൺസ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേശക്കാരുടെ വികാരമാണ് ശരി എന്നുള്ളതാണ് എൻ്റെ അറിയിക്കും. അവരായിട്ട് കൂട്ടി യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കും. ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ആഡംബരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? അല്ല, എന്താ ഉദ്ദേശിക്കണേ? ആനകളുടെ എണ്ണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ റിച്വൽസ് ഉള്ളത് പാറമേക്കാവിലാണ്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാമ്പിൾ ഒഴിവാക്കുന്ന സാമ്പിൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മെയിൻ വെടിക്കെട്ടടക്കം ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.